സുഹൃത്തുക്കളോടൊന്നിച്ച് ആഹാരം കഴിക്കപ്പെടുന്നതായ വേളയിൽ ബഹുമാന്യ പണ്ഡിതൻ അൻസാരി സുഹരി ഉസ്താദിനോട് ഒരാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടതായി കാണപ്പെട്ടു. അതിന്റെ കമന്റ് ബോക്സിൽ പലരും ഉന്നയിച്ചതായ ഒരു ചോദ്യമുണ്ടായിരുന്നു: ഭക്ഷണവേളകളിൽ സംസാരിക്കാൻ പാടുണ്ടോ? പ്രിയമുള്ള സഹോദരങ്ങളെ, പലരും ചോദിക്കാറുണ്ട്, പറയുന്നതായിട്ടും കേൾക്കാറുമുണ്ട്. ഭക്ഷണ സമയത്ത് സലാം പറയാൻ പാടുണ്ടോ? ഒരാൾ സലാം പറഞ്ഞാൽ ഇനി ആ സലാമിന് മറുപടി പറയാൻ പാടുണ്ടോ? ഇനി പലരുടെയും ധാരണ ബാക്കി എല്ലാം സംസാരിക്കാം. ആഹാരവേളകളിൽ ലോകകാര്യങ്ങൾ സംസാരിക്കാം, നാട്ടുവിശേഷങ്ങൾ പറയാം, സ്വന്തം കാര്യങ്ങളൊക്കെ അറിയിക്കാം. പക്ഷേ സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ ഒട്ടും അടക്കാനും പാടില്ല. എന്നാൽ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണവേളകളിൽ സംസാരിച്ചിരുന്നു. മനസ്സിലാക്കണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണവേളകളിൽ സംസാരിച്ചിരുന്നു. അവിടുത്തെ സ്വഹാബത്തും സംസാരിച്ചിരുന്നു. മതവിഷയങ്ങളും അവർ ഭക്ഷണ സമയത്തായിരുന്നു സംസാരിച്ചിരുന്നത്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായ ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആടിന്റെ ഒരു കുറക്, ഒരു ഭാഗം നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു, അത് കൊണ്ടു കൊടുത്തു. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കഷണം എടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു: ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ ഞാൻ ജനങ്ങളുടെ സയ്യിദായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, തുടർന്ന് പറയുന്നുണ്ട്: എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ച് സകല മനുഷ്യരുടെയും നേതാവാകുന്നതിന്റെ കാരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണവേളകളിൽ സംസാരിച്ചു, വിശദീകരിച്ചു കൊടുത്തു. ശ്രദ്ധിക്കൂ, ഈ മുഴുവൻ പ്രസംഗവും സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വേളയിലാണ് നടത്തിയത്. ഇത് പാടില്ലായിരുന്നുവെങ്കിൽ ആദ്യം നമുക്ക് കാണിച്ചു തരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതുപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിലും ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന മഹാൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട് പറയുന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് നല്ലതാണ് എന്നതിന് ഇതിൽ നിന്നൊക്കെ തെളിവുണ്ട്. കാരണം കൂടെയുള്ളവരോട് ഭക്ഷണവേളയിൽ സംസാരിച്ചാൽ അവർക്കൊരു റിലാക്സേഷൻ, ഒരു സമാധാനം, ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടും. ഒറ്റയ്ക്ക് മിണ്ടാതെ കഴിക്കുന്നതിനേക്കാൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കഴിക്കുന്നതിന് പ്രത്യേകമായ രുചിയുണ്ട്, അല്ലെ? സാധാരണ നമ്മളൊന്നും മിണ്ടാതെ ഒറ്റയ്ക്കിരുന്ന് മാറിയിരുന്ന് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊത്ത് ഒന്നിച്ചിരുന്ന് കഴിക്കുക, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയുക. മഹാനായ ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട് ഈ വിഷയത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതിന്റെ വിധി ഭക്ഷണം കഴിക്കാത്ത സന്ദർഭത്തിൽ സംസാരിക്കുന്നതിന്റെ വിധി തന്നെയാണ്. അതിൽ നല്ലത് എപ്പോഴും നല്ലതാണ്, അതിലെ ചീത്ത എപ്പോഴും ചീത്തയാണ്. അതിനാൽ വിശ്വാസികൾ എപ്പോഴും നല്ലത് മാത്രമേ പറയാവൂ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത് നല്ല കാര്യങ്ങളെ സംസാരിക്കാവൂ. എങ്കിലും 3 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. നല്ലത് മാത്രം സംസാരിക്കുക, കഴിക്കപ്പെടുന്നതായ ഭക്ഷണത്തെ നാം ഒരിക്കലും കുറ്റം പറയരുത്. മൂന്നാമത്തത് വായ നിറച്ച് സംസാരിക്കാനും പാടില്ല. അതായത് വായിൽ ഭക്ഷണം വെച്ചിട്ട് ഒരു കാരണവശാലും നാം സലാം പറഞ്ഞാൽ തന്നെ മടക്കൽ വാജിബില്ല, സംസാരിക്കാനും പാടില്ല.